സഹകരിയിൽ ഓരോ ക്ലാസ്സിൻ്റെ മുമ്പിലും ആ ടീച്ചേഴ്സ് ഒരു ചെറിയൊരു മോട്ടിവേഷൻ എന്തായാലും പറഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. എനിക്കത് ഭയങ്കര ഒരു സപ്പോർട്ടീവായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഡൗൺ ആവുന്ന സമയങ്ങളിൽ നമുക്കതൊരു ഭയങ്കര സപ്പോർട്ടീവായിട്ട് എനിക്ക് തോന്നിയത്. സഹകരിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ജോയിൻ ചെയ്യാനുള്ളൊരു ഈ മനസ്സ് നമുക്ക് ആ സമയത്ത് വേണ്ട. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കിക്കോളുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പയർ ചെയ്യുന്ന ആൾക്കാർ നല്ല എഫോർട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ 50% ഇവരെടുക്കാൻ തയ്യാറാണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് ബസ് കണ്ടിന്യൂ ചെയ്യാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്, ഡോക്ടർ അഞ്ജിത. അദ്ദേഹം 20ാമത്തെ റാങ്ക് ഹോൾഡറാണ്. ബേസിക്കലി സഹകാരിയിലേക്ക് വരുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ അല്ലേ അവളെ ആ ഒരു സമയത്താണ്, ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ സമയത്താണ്. അതിൽ നിന്ന് പഠിച്ച പാഠം എന്തായിരുന്നു? പഠിച്ചാലേ കിട്ടുള്ളൂ. പിന്നെ നമ്മള് പ്രയത്നം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് കൊടുത്തിരിക്കണം. ക്ലാസ്സസ് ഒക്കെ അപ്പപ്പോ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ DFI ഡയറി ഫാം ഇൻസ്ട്രക്ടർ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ കുറെ പേര് ഇതുപോലെ അഡ്മിഷൻ എടുത്തിട്ട് പറഞ്ഞ പോലെ ഫുൾ എഫേർട്ട് ഇടാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫും താഴെ വന്നു. ഓക്കെ, അപ്പൊ അടുത്ത സഹകാരിയിലേക്കുള്ള റീ എൻട്രി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസറിലേക്കാണ്. അതിനോടൊപ്പം നിലവിൽ ഇപ്പൊ അഞ്ജിത നമ്മുടെ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ മാനേജറായിട്ട് മീറ്റ് പ്ലാന്റ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് പോകാൻ പോകും. നമ്മുടെ അഞ്ജിതയുടെ പഠന വിശേഷങ്ങളിലേക്കാണ് കിടക്കുന്നത്. അഞ്ജിതയെ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ജേണി, അല്ലെങ്കിൽ നമുക്ക് ഈ സർക്കാർ ജോലി എന്നുള്ളൊരു ആശയം നമ്മുടെ തലയിലേക്ക് എങ്ങനെ വന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഗവൺമെൻറ് ജോലിക്കാരിയാണ്. അപ്പം പിന്നെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഒരു ടീച്ചർ ഫാമിലിയാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അപ്പം പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ ഗവൺമെൻറ് കയറണം അങ്ങനെ ഒരു തിങ്കിങ് വീട്ടുകാരായിട്ട് തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെയാണല്ലോ, എല്ലാവരെയും കണ്ടു വളരുവാണല്ലോ. അപ്പം അങ്ങനെ തന്നെ ഗവൺമെൻറ് ജോലി കിട്ടണം, നാട്ടിൽ നിൽക്കണം, പിന്നെ എൻ്റെ അപ്പനും അമ്മയുടെ ഒക്കെ ഹെൽപ്പിന് നാട്ടിലുണ്ടാവണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഗവൺമെന്റ് ജോലി വരുന്നത്. പിന്നെ റിഗറസ് ആയിട്ട് എക്സാമിനേഷൻ എഴുതി തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു വെറ്റിനറി കോഴ്സ് കഴിഞ്ഞ ശേഷമാണ് എക്സാമുകൾ എഴുതാൻ തുടങ്ങിയത്. ഞാൻ എല്ലാം അപ്ലൈ ചെയ്യും, പഠിക്കത്തൊന്നുമില്ല, എല്ലാം അപ്ലൈ ചെയ്യും, എഴുതും. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആവാൻ പറ്റണ സബ്ജക്റ്റുകളുടെ എക്സാം വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ നോക്കും. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ DFI കഴിഞ്ഞ് നിൽക്കുന്നു, ആ സമയത്ത് ഫുഡ് സേഫ്റ്റി വരുന്നു. അപ്പോൾ സഹകാരിയിട്ട് വന്നിട്ടുണ്ടായത് ആദ്യത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? ആദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഓൺലൈനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് എവിടെ വേണമെങ്കിലും, ഞാൻ ആ സമയത്ത് കേരളത്തിന് പുറത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ പറ്റുക, നോട്ട്സ് കവർ ചെയ്യാൻ പറ്റുക, എല്ലാം ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഉപകാരമായിരുന്നു. പണ്ടൊക്കെ എല്ലാം PSC എന്ന് പറയുമ്പോൾ എല്ലാം കോച്ചിങ് സെൻറ്ററിൽ പോയി ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പം എനിക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഒപ്പം എല്ലാ മാസവും വിളിച്ചന്വേഷിച്ച് പഠിക്കുന്നില്ലേ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പോൾ എന്തായാലും അഞ്ജിതേ, ഒരുപാട് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് വലിയ മത്സരം നടന്ന എക്സാമിനേഷനാണ്. അത് 20ാമത്തെ റാങ്കിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സ്പെഷ്യലാണ്. അപ്പോൾ തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ള അഞ്ജിതയുടെ എക്സ്പീരിയൻസ് ഒന്ന് നമ്മളെ കുട്ടികൾക്ക് വിവരിക്കാമോ? ഞാൻ സഹരിക്ക് 2023 മാർച്ചിലാണ് സഹരിയിൽ ആദ്യം ജോയിൻ ചെയ്യുന്നത്. അന്നത്തെ എക്സാം എൻ്റെ ഒരു പ്രിപ്പറേഷൻ കുറവുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. അതിനുശേഷം വന്നൊരു എക്സാമാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. അപ്പം ഞാൻ വേറൊരു ഓപ്ഷൻ ആലോചിച്ചില്ല, സഹാരി തന്നെ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ DFIയുടെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ സഹാരി റേസ് പ്ലേസിൽ തുടക്കത്തിൽ 2ാമത്തെ മാർച്ചിൽ തുടങ്ങിയിട്ട് ഏപ്രിൽ മെയ്യിലെ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അന്ന് തൊട്ട് ഞാൻ നോട്ട്സ് കവർ ചെയ്യും, ക്വസ്റ്റ്യൻസ് ചെയ്യും. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുക അങ്ങനെയൊന്നും എനിക്ക് പറ്റിയിട്ടില്ല, അതിനുള്ള സമയം കിട്ടാറില്ല. എനിക്ക് കിട്ടുന്ന സമയം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ നോട്ട്സ് കവർ ചെയ്യാനും ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സിൽ ഒന്നും മിസ്സാവില്ല. ഈച്ച് ആൻഡ് എവരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആ ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നവിടെ നോട്ടിൻ്റെ ഒരു ട്രിപ്പിൾ റിവിഷനും കൂടി ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോട്ട്സ് കവർ ചെയ്യും. കൺഫർമേഷൻ വന്ന ശേഷം, അതായത് റിവിഷനൊക്കെ കൺഫർമേഷൻ വന്ന സമയത്തൊക്കെ ആയിരുന്നു റിവിഷനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ വീണ്ടും കവർ ചെയ്യാൻ തുടങ്ങി. വീണ്ടും 3ാം വട്ടം 4ാം വട്ടം ഒക്കെ ഈച്ച് നോട്ടും കവർ ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് പറ്റാത്ത അത്രയും ടഫായിട്ടുള്ള ചില ബയോകെമിസ്ട്രി ഒക്കെ എനിക്ക് കുറച്ച് ടഫുള്ള പോർഷൻസാണ്. ബയോകെമിസ്ട്രി പോർഷനൊക്കെ ഞാൻ വീണ്ടും അറിയാത്ത നോട്ടുകളൊക്കെ വീണ്ടും കവർ ചെയ്യാൻ തുടങ്ങി. വെറ്റിനറി പിന്നെ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റിൽ. ബാക്കി എനിക്ക് പറ്റാത്ത സബ്ജക്റ്റുകളൊക്കെ ഞാൻ വീണ്ടും കുറേ വട്ടം റിവിഷൻ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്.
ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോട് കൂടി തന്നെയാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ നോട്ട്സ് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. എക്സാം എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വീക്കിലി എക്സാമിനേഷൻ എങ്ങനെയാണ് പെർഫോമൻസ്? വീക്കില് എനിക്ക് തോന്നുന്നു എന്നെക്കാളും മുമ്പിലെ കുറെ റാങ്കുകാരുണ്ടാവും. ഞാൻ ആലോചിക്കുന്നത് എന്റെ മുമ്പിൽ എന്തോ ആൾക്കാർ എനിക്ക് ഒന്നും എത്താൻ പറ്റത്തില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം വെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും, കുറെ നെഗറ്റീവ് വരും, പിന്നെയും പോവും. എന്നുവെച്ചാൽ ഞാൻ ശരിക്കും ഒരു പിള്ളേരുടെ ഒരു കോമ്പറ്റേറ്റീവ് സ്കിൽസ് ഞാൻ അവിടെ കണ്ടു. ദൈവമേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാനിപ്പോഴും എന്നാലും ഞാൻ സാറിന്റെ ഈ ഓരോ സഹകരിയിലെ ഓരോ ക്ലാസ്സിന്റെ മുമ്പിലും ആ ടീച്ചേഴ്സ് ഒരു ചെറിയൊരു മോട്ടിവേഷൻ എന്തായാലും പറഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. എനിക്കത് ഭയങ്കര ഒരു സപ്പോർട്ടീവായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഡൗൺ ആവുന്ന സമയങ്ങളിൽ നമുക്കതൊരു ഭയങ്കര സപ്പോർട്ടീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് മോട്ടിവേഷന്റെ കുറവ് ഭയങ്കരമായിട്ട് എപ്പോഴും കുറവ് തോന്നാറുണ്ട്. അപ്പം ഇത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്കത് ഈ എക്സാമിന് മാത്രമല്ല അതിന്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റേ എക്സാംസിനും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി. നമ്മുടെ മൈൻഡ് സെറ്റ് രൂപീകരിക്കുന്നതിൽ വേറെ ഒന്നും കോൺസെൻട്രേഷൻ പോവാതെ ഇതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ, എക്സാം എങ്ങനെയും ടാർഗറ്റ് ചെയ്യണം. അപ്പൊ സാർ എപ്പോഴും പറയും നമുക്ക് സമ്മാനം കിട്ടുന്നതും റാങ്ക് കിട്ടുന്നതും നമ്മളെ ഗവൺമെന്റ് ജോലി ഒക്കെ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ട് വിഷ്വലൈസ് ചെയ്തിട്ട് പഠിക്കണം. നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. നമുക്ക് എന്നാലും ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സാമിന്റെ തലേദിവസമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. തലേദിവസം എനിക്ക് തോന്നുന്നു 8:30 ആകുമ്പോഴേക്കും ഞാൻ എന്തൊക്കെ പുസ്തകം അടച്ചു വെച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രം ഒന്ന് ഫ്രഷപ്പ് ചെയ്ത് രാവിലെ അങ്ങ് ഇറങ്ങി എക്സാമിന് പോവായിരുന്നു. അപ്പോൾ വലിയൊരു യാത്രയായിരുന്നു അഞ്ജിതയുടെ ഒപ്പമുള്ള. അപ്പോൾ ഇതുപോലെ സഹകാരിയിൽ വരികയും നമുക്ക് കൂടെ നിൽക്കുകയും ഒരു വിശ്വാസത്തോടു കൂടി അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പഠിക്കുകയും അതുപോലെ ആദ്യ റാങ്കുകളിലേക്ക് എത്തി അഡ്വൈസ് മേടിച്ചു പോകുന്ന കഥകൾ ഒട്ടും വിരളമല്ല, ഒരുപാട് കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബിലീഫ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഒരു വിശ്വാസമാണ് അല്ലേ, നമ്മളുടെ ഒരു വിശ്വാസം വേണം തീർച്ചയായിട്ടും. ആ വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കും. നമ്മുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക. അതുപോലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫസ്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു അടിപൊളി കോൺഫിഡൻസ്. സാറിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി ഒക്കെ ഞാൻ ഡയറി ഫാം തൊട്ട് കേൾക്കുന്നതാ. എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആട്ടോ. സാർ ചെറുപ്പം തൊട്ടാ പറഞ്ഞ കഥകളും ഒരു സാറിന്റെ കഥയൊക്കെ പറഞ്ഞൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് തോന്നി. നമുക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിച്ച് മുന്നോട്ട് വരാൻ പറ്റും. എസ്പെഷ്യലി വർക്കിനോടൊപ്പം ഉള്ള പഠനം, കുടുംബത്തിനോടൊപ്പം ഉള്ള പഠനം എല്ലാം അഞ്ജിത ഭയങ്കര നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ, എസ്പെഷ്യലി ലേഡീസ് ഒക്കെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് മെസ്സേജ് കൊടുക്കാനുള്ളത്? എന്നുവെച്ചാൽ സഹകാരിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് ആ ജോയിൻ ചെയ്യാനുള്ളൊരു ഈ മനസ്സ് നമുക്ക് ആ സമയത്ത് വേണ്ട. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കിക്കോളുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും നമ്മളെ ഡൗൺ ആവാൻ സമ്മതിക്കില്ല. അവർ നമ്മളെ എപ്പോഴും സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ മാസവും വിളിച്ച് കറക്റ്റായിട്ട് പഠിക്കുന്നില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കും. എന്തെങ്കിലും ഇപ്പം മാർക്ക് കുറയുവാണെങ്കിൽ അപ്പം സാറ് അപ്പോഴേക്കും പറയും, സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന വെച്ചാൽ ഒരിക്കലും ഡൗൺ ആവാൻ സമ്മതിക്കില്ല. അവരുടെ ഭാഗത്ത് എഫേർട്ട് കൃത്യമായിട്ട് നമ്മൾ എക്സാം അപ്പയർ ചെയ്യുന്ന ആൾക്കാർ നല്ല എഫേർട്ട് എടുക്കുവാണെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ 50% ഇവരെടുക്കാൻ തയ്യാറാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു.